ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താ ഏത്തക്കയായിട്ടെന്നല്ല, ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ എപ്പോഴും വിശക്കും കേട്ടോ. അപ്പോൾ വൈകിട്ട് ഒന്നുമില്ല കഴിക്കാൻ, അങ്ങനെ 2 ഏത്തക്ക ഇവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഏത്തക്കപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് വൃത്തിയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏത്തക്കപ്പം ഉണ്ടാക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ തോന്നി, എന്തിനാ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നത്, നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല ചൂടുള്ള ഏത്തക്കപ്പവും ചായയായിട്ട് പുറത്ത് പോയിരുന്ന് ഈ തണുപ്പത്തിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറൊന്നും തന്നെയാണല്ലേ. അങ്ങനെ ഞാനിവിടെ നോക്കിയപ്പോഴത്തേക്കുണ്ട്, അപ്പോഴാണ് ആലോചിച്ചത് ഇവിടെ മൈദാമാവോ അരിമാവോ ഒന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഇച്ചിരി കടലമാവും ഗോതമ്പ് മാവും ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് വെച്ചങ്ങ് അലക്കി, എന്തേലും വെച്ചിട്ട് ഏത്തക്കപ്പം ഉണ്ടായല്ലോ, ഏത്തക്ക ഉണ്ടല്ലോ അത് മതിയല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാര ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുത്തു കേട്ടോ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ, മൈദാമാവും അരിമാവും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കാവുന്ന ഉള്ള മാവ് വെച്ചൊക്കെ ഉണ്ടാക്കാം, നമ്മളല്ലേ കഴിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, കുഴപ്പമില്ല. അങ്ങനെ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കേട്ടോ. പാൻ ചൂടായി എണ്ണ ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്ക് പണ്ടേ ഇല്ല. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ മാവിട്ട് നോക്കുവാണ് കേട്ടോ, ഇത് ചൂടായോ 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 എന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനായി അരിഞ്ഞു വെച്ചിരുന്ന ഏത്തക്ക എടുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ടു. കാര്യം എനിക്ക് ക്ഷമ പണ്ടേ കുറവായതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. ജലദോഷവും തൊണ്ടവേദനയൊന്നും കഴിഞ്ഞിട്ട് ഇതുവരെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ സൗണ്ടിനൊരു വ്യത്യാസം വരുന്നത്. ഞാൻ ഈ ഏത്തയ്ക്കപ്പവുമായിട്ട് പുറത്ത് പോയി കഴിക്കാനായിട്ട് ദീപേഷിനെ വിളിച്ചിട്ട് ദീപേഷ് ഒട്ട് വന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് ഗോപികയുണ്ട്, അവളെ വിളിച്ചിട്ട് പുറത്ത് പോയിരുന്ന് കഴിക്കാമെന്ന്. അപ്പോഴത്തേക്ക് ഈ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളിതിനെ വാങ്ങി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കട്ടൻ കാപ്പിയും എടുത്ത് ഞാൻ അവളുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദീപേഷിനും കല്യാണിക്കും ഉള്ളത് ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ട് ഞാൻ നേരെ അവളുടെ അടുത്തേക്ക് നല്ല ചൂട് പഴംപൊരിയും അതുപോലെ കട്ടൻ കാപ്പിയും ഒക്കെ ആയിട്ട് ഇറങ്ങി പോകുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എന്നാലും എനിക്കൊരു ആഗ്രഹം വെളിയിൽ പോയിരുന്ന് ഈ തണുപ്പത്തിരുന്ന് ഈ ചൂട് കട്ടൻ കാപ്പിയും പഴംപൊരിയൊക്കെ കഴിക്കണമെന്ന്. ഞാൻ വിളിക്കേണ്ട താമസം അവൾ വന്നു, പക്ഷെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനാ വരേണ്ടതെന്ന്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഗ്രൗണ്ടാട്ടോ. ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ വിളിച്ചത്. ചുമ്മാ ഒരാഗ്രഹം, വെറുതെ ഈ തണുപ്പത്തൊന്ന് ചൂട് ചായയൊക്കെ കുടിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് വിളിച്ചതാണ്. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ. ചേട്ടനപ്പം ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് പോവുക, വീട്ടിലൊന്നും സ്ഥലമില്ല, ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് എന്താണെന്നുള്ളൊരു മട്ടിൽ നോക്കിയിട്ട് പോകുന്നതാണ്. അപ്പോഴത്തേക്കും അവൾ വന്നു. അവൾ വന്നിട്ട് ഞാനും അവളും കൂടി ചായയും പഴംപൊരിയും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ചേച്ചി വന്നു. അവർ കുറച്ച് അവരുടെ വിഷമതകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഫ്രണ്ട്സൊന്നുമില്ല, ഇങ്ങനെ പുറത്തൊന്നും പോയിരിക്കാനൊന്നും പറ്റിയില്ല. അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ചായയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ പഴംപൊരി കൊടുത്തിട്ട് അവർ കഴിച്ചില്ല, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിസ്സ ഹട്ടിൽ പോയി കേട്ടോ. ദീപേഷിന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് പിസ്സ മേടിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ട്, ഇവളുടെ പേര് ലൈല എന്നാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇവൾ എന്നോട് ചോദിച്ചു എന്ത് വീഡിയോയാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ. അപ്പോൾ എന്നോട് ചോദിച്ചു ചാനലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ തന്നെ അവൾ സെർച്ച് ചെയ്ത് ചാനലൊക്കെ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു വീഡിയോ എടുക്കുന്ന നമുക്ക് ഫേസൊന്നും അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല, അതൊന്നും അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഞങ്ങൾക്കുള്ള പിസയൊക്കെ റെഡിയാക്കി തന്നു. അതിന് ശേഷം അവൾ ഈ ഗോപികയുടെ കയ്യിലുള്ള ഈ ടാറ്റു ഉണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റുവിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴത്തേക്ക് എന്തിനാ ഹസ്ബൻഡിൻ്റെ പേരിങ്ങനെ ടാറ്റു അടിച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതിനെ പറ്റിയൊക്കെ കുറേയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ താലിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഞങ്ങൾ താലിയിലൊക്കെ പേരടിച്ചൊക്കെ ഇടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര അതിശയമായിട്ടോ, എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അവരിങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി സംസാരിച്ചു. നല്ലൊരു ഒരാളായിരുന്നു കേട്ടോ. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവരെ കണ്ടിട്ട്. ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു, ഞങ്ങളോട് ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പറഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും, ഇനിയും നിങ്ങൾ തിരിച്ചു വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.